ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്റർ റിലീസായ ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത നുണക്കുഴി എന്ന സിനിമയെ കുറിച്ചാണ്. ഒരു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ജിത്തു ജോസഫ് പ്രസൻസിലെ മറ്റൊരു സിനിമ നമ്മളെ വന്ന് ഞെട്ടിച്ചത്. ആസിഫ് അലി നായകനായിട്ടുള്ള ലെവൽ ക്രോസ്. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അതിൽ ആസിഫ് അലി കാഴ്ചവെച്ചത്. അതിനുശേഷം മറ്റൊരു ജോണറിൽ വരുന്ന ഒരു ഫിലിം, അതും ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആ സിനിമയുടെ പേരാണ് നുണക്കുഴി. നായകനായിട്ട് വരുന്നത് ബേസിൽ ജോസഫ് ആയിരുന്നു. നായികയായിട്ട് വരുന്നത് ഗ്രേസ് ആന്റണി ആയിരുന്നു. ഈ ഗ്രേസ് ആന്റണി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്ത് നിൽക്കുകയാണ്. അതിന്റെ മെയിൻ കാര്യം പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സേഴ്സും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് പലരും പറയുന്നുണ്ട് കൽപ്പനയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൽപ്പനയുടെ ആ ഒരു ഇതിലാണ്. പക്ഷെ ഗ്രേസ് തന്നെ തള്ളിക്കളഞ്ഞൊരു കാര്യമുണ്ട്. അത് അവര് വേറൊരു ലെജൻസ് ആണ്. അവരുടെ സ്റ്റൈൽ അല്ല, ഗ്രേസിന്റെ സ്റ്റൈൽ ഉണ്ടെന്നുള്ളത്. നല്ലൊരു ആക്ട്രസ് ആണ്. ഇനിയും വളർന്നു വരുന്ന അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ വരുന്ന ഒരു നടി തന്നെയാണ് ഗ്രേസ് ആന്റണി എന്ന് പറയുന്നത്. ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ റിലീസായ ഗ്രേസിന്റെ തന്നെ വെബ് സീരീസ് നല്ല പെർഫോമൻസ്, സൂപ്പർ പെർഫോമൻസ് ആണ് പുള്ളിക്കാരി അതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ബേസിലിനെ കുറിച്ച് പറയുമ്പോൾ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് സഞ്ചരിക്കുന്ന അല്ലെ സൂപ്പർ സ്റ്റാറിനെ പോലെയൊക്കെ നല്ല തിരക്കുള്ള ഒരു ആക്ടറുമാണ്, അതുപോലെ ഡയറക്ടറാണ്. ഇനിയിപ്പോ ബേസിലിന്റെ വലിയ പ്രൊജക്ടുകളൊക്കെ വരാനുണ്ട്. പടത്തില് ബേസിലിന്റെ അമ്മയായിട്ട് വരുന്നത് ലെനയാണ്. ലെന ബേസിലിനെ വിളിക്കുന്ന വാവയെന്നാണ്. അപ്പൊ ആ ഒരു ചൈൽഡിഷ് ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ബേസിൽ ചെയ്യണത്. ബേസിലിന്റെ വൈഫാണ് നിഖില വിമൽ അവതരിപ്പിക്കുന്നത്. ഇതില് ബേസിലെ ഒരു എന്താ പറയാ പിള്ളേളിലേക്കുള്ള എന്താ പറയാ വലിയ പക്വതയൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറും ഇല്ല. ഇതൊരു കമ്പനിയുടെ MD ആണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് ബേസിലിന്റെ ഒരു മിസ്റ്റേക്കാണ് അവർ പ്രൈവസിയിലുള്ള ഒരു കാര്യം മറ്റൊരാളുടെ അടുത്ത് എത്തുകയും അതിന്റെ പുറകെ പോകുന്നതാണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സരിഗമയാണ്. സരിഗമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ തന്നെ ലീഡിങ് പ്രൊഡക്ഷൻ കമ്പനിയാണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ അവർ ഈ പടം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ പടത്തിന്റെ ഒരു ക്വാളിറ്റി അവർ എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവർ ചെയ്യുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഇത് റൈറ്റ് ചെയ്തേക്കുന്ന കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിന്റെ ഇപ്പം ജിത്തു ജോസഫിന് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാമത്തെ സിനിമയും കണ്ടാണ് ജിത്തുവിന്റെ ഒപ്പം വരുന്നത്. അപ്പൊ അതില് 12th മാനൊക്കെ കൃഷ്ണകുമാറാണ് ഓൾറെഡി ഇത് സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു അതിൽ. ആക്ടർമാരായിട്ട് വരുന്നത് മനോജ് കെ ജയൻ ഉണ്ട്, അതുപോലെ ബൈജു, സൈജു കുറുപ്പ്, അജു വർഗീസ്, ബിനു പപ്പു, അസീസ് നെടുമങ്ങാട്. എല്ലാവരും ഒരു എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ അവരുടെ പെർഫോമൻസ് ഓൾറെഡി കാഴ്ചവെച്ചിരിക്കുന്നതാണ്. അവർ ഈ ഫിലിമിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനോജ് കെ ജയനെ എനിക്ക് കുറച്ച് നാൾക്ക് ശേഷമാണ് എനിക്ക് അതിൽ സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു ആക്ടറുണ്ട്, അത് ഞാൻ ഇവരുടെ ഡീറ്റെയിലിംഗ് പറഞ്ഞിട്ട് ഞാൻ വരാം. മനോജ് കെ ജയൻ എന്താ പറയാ മലയാളത്തിൽ കുറച്ചെങ്കിലും ഒരു എന്താ പറയാ ഒന്ന് താഴ്ന്നു പോയ ഒരു നടനാണ് മനോജ് കെ ജയൻ. സാധ്യ കലാകാരൻ, അസാധ്യ പെർഫോമൻസ് എല്ലാ രീതിയിലും. അനന്തഭദ്രമൊക്കെ ഇപ്പൊ കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതുപോലൊരു റോള് ആർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര കഴിവുള്ള ഒരു നടനാണ്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് നമ്മുടെ ബൈജു. ബൈജു ഇപ്പം ത്രൂ ഔട്ട് എല്ലാ സിനിമകളിലും ഓൾറെഡി ഉണ്ട്, നല്ല പെർഫോമൻസ് ആണ്. ബൈജുവിന്റെ കൗണ്ടറുകൾ, എസ്പെഷ്യലി ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ബൈജു വന്നിരുന്ന് പറയുന്ന കൗണ്ടർ എന്നൊക്കെ വെച്ചാൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഏകദേശം ഒരു എതിരാളി എന്നൊക്കെ പറയുന്ന ലെവലിലോട്ട് ബൈജു വന്നുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസീസ്, കണ്ണൂർ സ്കൂളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കോമഡി സ്റ്റാർസ് അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാമിൽ നിന്ന് വന്ന് മലയാള സിനിമയിലെ മമ്മൂക്കയോടൊപ്പം ഒരു അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച മമ്മൂക്ക വരെ കൂടെ നിന്ന് ഇവൻ വലിയൊരു ആക്ടർ ആവും എന്ന് അത്രമാത്രം ഉറപ്പിച്ചു പറഞ്ഞൊരു നടനാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് സൈജു കുറുപ്പ്, അജു വർഗീസ്, ബിനു പപ്പു. സൈജു കുറുപ്പ് എനിക്ക് തോന്നുന്നു ആസ് യൂഷ്വൽ പെർഫോമൻസ് തന്നെയാണ് ഇതിൽ സൈജു കുറുപ്പിന്റെ ഉള്ളത്. അജു വർഗീസ് കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ അജുവിനെ കണ്ടത്. അപ്പൊ അജു ആസ് യൂഷ്വൽ ആണ്, ബിനു പപ്പു ആസ് യൂഷ്വൽ. ഇവര് മൂന്ന് ആ ഒരു പെർഫോമൻസ് ബേസിലാണ് വരുന്നത്. ജിത്തു ജോസഫ് എന്ന ഡയറക്ടറെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇന്ന് ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് ജിത്തു ജോസഫ്. ത്രില്ലർ സിനിമകൾ ജിത്തു സാറ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ആകാംക്ഷയും നമ്മളെ എൻഗേജ്ഡ് ആക്കാൻ ജിത്തു സാറിന് ഭയങ്കര ഒരു കഴിവുണ്ട്.
എന്ന് വെച്ച് ജിത്തു സാറ് വേറെ ഒരു ജോണർ ചെയ്യാത്ത ഒന്നുമല്ല. ഇതേ ജിത്തു സാറ് തന്നെയാണ് മമ്മി ആൻഡ് മീയും മൈ ബോസും എല്ലാം ചെയ്തേക്കണം. അപ്പൊ അതിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു ഇപ്പൊ കുഞ്ചാക്കോനെ വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ മൈ ബോസിൽ ദിലീപിനെ വെച്ചിട്ടാണെങ്കിലും ദിലീപിന്റെ ഒക്കെ അഴിഞ്ഞാട്ടമായിരുന്നു ഈ പറയുന്ന മൈ ബോസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ സിനിമകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇതിലോട്ട് വരുമ്പോൾ ത്രൂ ഔട്ട് കോമഡിയാണ് ഇതിൽ അവർ ഉദ്ദേശിച്ചേക്കണത്. ഇതില് നമ്മുടെ നായകനായിട്ട് വരുന്ന ബേസിൽ ജോസഫ്, എന്താ പറയാ, നമ്മള് ഇപ്പൊ ലാസ്റ്റ് ബേസിലിന്റെ നായകനായിട്ട് വന്നിരുന്ന പടമാണ് നമ്മൾ ഗുരുവായൂരമ്പലം. പൃഥ്വിരാജ് ബേസിലായിരുന്നു സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരുന്നത്. ബേസിലിന് നല്ലൊരു പെർഫോമൻസ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് ഈ ലാസ്റ്റ് ചെയ്തേക്കുന്ന കുറച്ച് പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം വെച്ചാൽ അതിലൊരു കഴിഞ്ഞ പടങ്ങളിലെല്ലാം കണ്ടതുപോലെ ഒരു ഫീൽ വീണ്ടും നമുക്കതിൽ ഒരു ചേഞ്ച് അവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കണ്ടൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. പക്ഷെ ആ കോമഡികൾ വർക്ക് വന്നു. ഗുരുവായൂരമ്പലയുടെ കണ്ടാലും പൃഥ്വിരാജിന്റെ ഒപ്പം കട്ടക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ബേസിലിന്റെ വരുന്നത്. അതുപോലെ തന്നെ നിഖില വിമലിന്റെയും. അപ്പൊ നിഖില വിമലാണെങ്കിലും ഒരു ഒരു ദേഷ്യപ്പെടുന്നതും ഞെട്ടുന്നതൊക്കെ ഒരു എന്നതാ പറയാ ഒരു ഒരു സെയിം പാറ്റേൺ തന്നെ. ഇപ്പൊ ഞാൻ ഇന്ന് സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വലിയൊരു സിനിമ നിരു എന്നല്ലേ ഒരുപാട് സിനിമകളെ കാണുന്ന ഒരാൾ പറഞ്ഞത് ഗുരുവായൂരമ്പലയുടെ സെറ്റിൽ നിന്ന് ബേസിലിനെയും നിഖിലിനെയും നേരിട്ട് വിളിച്ചുകൊണ്ട് വന്ന് ആ സമയത്ത് തന്നെ അഭിനയിപ്പിച്ചാണെന്നാണ് പറയുക. കാരണം പുള്ളി പറഞ്ഞ് ഉദ്ദേശിച്ചത് ആ സിനിമയിലുള്ള അതേ ഒരു പാറ്റേൺ ആക്ടിങ് സ്റ്റൈല് തന്നെയാണ് ഇതിലും ഉള്ളതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇതില് കോമഡി പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പടത്തിന്റെ ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ പടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു പെർഫോമൻസ് സിദ്ദിഖിക്കയുടെയാണ്. മലയാളത്തില് ഇതുപോലൊരു ഐറ്റം, പക്ഷെ മമ്മൂട്ടി മോഹൻലാൽ സിദ്ദിഖിക്ക എന്ന് പറഞ്ഞു പോകേണ്ട ഒരു ലെവൽ ഐറ്റമാണ് സിദ്ദിഖിക്ക. ഏത് റോള് കൊടുത്ത ഈ സിനിമയിൽ സിദ്ദിഖിക്കയുടെ പെർഫോമൻസ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല അത്യാവശ്യം നല്ല ചിരിക്കാൻ പറ്റുന്നത്. സ്ക്രിപ്റ്റിൽ ഈ പറയുന്ന പോലെ കോമഡി ബേസ്ഡ് ഭയങ്കര ചിരികൾ വരുന്നില്ല. അത് സിറ്റുവേഷൻ കോമഡികളിൽ ആ ആ ആക്ടറുടെ പെർഫോമൻസും കൂടെ വരുമ്പോഴാണ് അതൊരു കോമഡി ആയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ സിദ്ദിഖിക്കയുടെ കോമഡിയാണ് തിയേറ്ററിൽ കുറച്ച് വർക്കായി തോന്നിയത്. ഐ മീൻ, ഇപ്പൊ ഒരു കള്ളു കുടിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് പറയുന്ന സീൻ ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് വെള്ളം അടിച്ച് ഭയങ്കര പോസായി കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ, ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ഏജില് അല്ലെങ്കിൽ ഈ ഒരു ഒരു സൈസില് പുള്ളി എത്ര ഈസി ആയിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു പോണത്. അത് കണ്ടിരിക്കാൻ ചില സീനുകളൊക്കെ കാണുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതില് സ്ക്രിപ്റ്റിൽ ഡയലോഗൊന്നും ഇല്ല, പുള്ളിയുടെ ഒരു നോട്ടം, സംസാരം, ചിരി, ഇതൊക്കെ ഉള്ളൂ. അത് ഭയങ്കര അത് മനോഹർ കെ ജയനൊക്കെ പോസാണ്. മനോഹർ കെ ജയന്റെ ഒപ്പം നിന്ന് മനോഹർ കെ ജയൻ പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പോണത്. പക്ഷെ സിദ്ദിഖിക്ക അതിൽ നിന്ന് ടോട്ടലി മാറ്റി പിടിച്ചിട്ടുണ്ട്. സിദ്ദിഖിക്ക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. നമ്മൾ ജിന്നെന്നൊക്കെ പറയില്ല, അമ്മാതിരി ഐറ്റം. അതുപോലെ തന്നെ കോമഡി സ്റ്റാർസ് അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പല താരങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അവർ ആ സ്റ്റേജിൽ കാഴ്ചവെക്കുന്ന ഒരു പെർഫോമൻസിനെ അല്ല ഇതിൽ പക്ക സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് വന്നത്. സീരീസ് ചെയ്ത ആൾക്കാരുണ്ട്, തമാശ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പേരുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. അവർക്ക് സൂപ്പർ പെർഫോമൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത്. പക്ഷെ അത്യാവശ്യം ചിരിക്കാനുണ്ട്. പെർഫോമൻസ് വൈസിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സിദ്ദിഖിക്കയുടെ പെർഫോമൻസ് ആണ്. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു ഒരു ഇത്രയും വലിയൊരു ഡയറക്ടറുടെ ഒരു സിനിമയിലേക്ക് കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അതിൽ നമുക്കൊരു ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്കൊരു ചെറിയൊരു പോരായ്മ തോന്നിയ ഒരു കാര്യം, അല്ലെങ്കിൽ നെഗറ്റീവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ്, അങ്ങനെ ക്ലൈമാക്സ് ഇല്ല ഈ പടത്തിന്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട്, കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് റോഡ് തീർന്നു, താഴെ കൊക്ക, പെട്ടെന്ന് അവിടെ വെച്ച് തീർന്നു, ഇനി നമുക്ക് മുന്നോട്ട് യാത്രയില്ല. ഈ ലെവലിലാണ് എൻ്റെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയേക്കുന്നത്. മീൻസ് ഇതല്ല കേട്ടോ സ്റ്റോറി ഞാൻ പറഞ്ഞത്. ആ ഒരു സ്റ്റൈൽ നേരെ ഇങ്ങനെ നമ്മൾ പെർഫോമൻസ് അല്ലെങ്കിൽ സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിന്നുപോയി. ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതി കാണിച്ചു. ഇപ്പൊ അതാണല്ലോ ഒരു ട്രെൻഡ്. സെക്കൻഡ് പാർട്ടല്ലോ ടു ബി കണ്ടിന്യൂഡൊക്കെയാണ് അങ്ങനെ പോണത്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ
എന്നിലെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എന്നെ എബോ ആവറേജ് സിനിമയായിട്ടാണ് ഈ സിനിമ കണ്ടു തീർത്തേക്കുന്നത്. ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലയിടത്തും കോമഡികൾ പലയിടത്തും തെന്നിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. സിറ്റുവേഷൻസ് ബേസ്ഡ് ആണെങ്കിലും ഇപ്പം സ്വാസികയൊക്കെ ഒരു 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 ലെ- ഒരു ഒരേ രീതി പോകുന്ന ക്യാരക്ടറൊക്കെ തന്നെയാണ്. മിക്ക ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും അതേ സ്റ്റൈൽ, അവരുടെ കുറെ നാളുകളായിട്ടുള്ള സെയിം സ്റ്റൈൽ തന്നെ ഈ സിനിമയെ കണ്ടിന്യൂ ചെയ്ത് പോണത്. അപ്പം കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ഇതെന്റെ അഭിപ്രായം മാത്രമാണ്. അപ്പം എല്ലാവർക്കും